നമസ്കാരം. സോണിയാഗാന്ധി ഇപ്പോൾ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സോണിയാഗാന്ധിയെ വ്യക്തിപരമായാണ് ക്ഷണിച്ചത്. അതുകൊണ്ട് സോണിയാഗാന്ധി പോകുന്നതും വ്യക്തിപരമായിട്ടാണ്, അതിനെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തണ്ട എന്നാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ന്യായീകരണവും. എന്തായാലും സോണിയാഗാന്ധി ഇപ്പോൾ പല ചർച്ചകൾ കോൺഗ്രസ് മറിച്ചും തിരിച്ചുമിട്ട് ചർച്ച ചെയ്തിട്ടും ഒരു തീരുമാനമെടുക്കാതെ നിൽക്കുകയായിരുന്നു ഇതുവരെയും കോൺഗ്രസ് എന്ന പാർട്ടി. ഇപ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടി AICC എന്ന് പറയുന്ന രാഷ്ട്രീയ ഘടകം ഇതുവരെയും ഒരു വ്യക്തമായ തീരുമാനം ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് സംഭവിക്കാൻ പോകുന്നത്. അയോധ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു. ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രമുഖ പല വ്യക്തികളെയും ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അകത്തുള്ള പല വ്യക്തികളെയും ക്ഷണിക്കുന്നത് രാജ്യവുമായി ബന്ധപ്പെട്ട ആൾക്കാർ, രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും പല മേഖലയിൽ രാജ്യവുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ പ്രമുഖ വ്യക്തികളെയാണ് അവർ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ക്ഷണിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയും ക്ഷണിച്ചത് അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ്, അതുപോലെ പിന്നെ AICCയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ, ഇപ്പോൾ പ്രസിഡന്റ് ഖാർഗെയാണ്. അപ്പോൾ അതുവരെയും പ്രസിഡന്റ് ആയിരുന്ന ആൾ, ഈ ഒരു ഗവൺമെന്റിനെ നയിച്ച ഒരു വ്യക്തി, അങ്ങനെ ആ തരത്തിലുള്ള ഒരു പ്രമുഖ വ്യക്തിത്വത്തിലാണ് സോണിയാഗാന്ധിയെ ക്ഷണിച്ചത്. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ ഈ നമ്മുടെ ഇറ്റലിയിലെ ലൂസിയാനയിൽ പൗലാ മൈനോയുടെയും സ്റ്റെഫാനോയുടെയും മകളായി ജനിച്ച ആളായതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ അന്നത്തെ സോണിയയുടെ പേര് സോണിയ മൈനോ എന്നാണ്, സോണിയാഗാന്ധി എന്നല്ല. അപ്പോൾ ഈ പറയുന്ന പൗലാ മൈനോയുടെയും സ്റ്റെഫാനോയുടെയും ഇറ്റലിയിലെ ലൂസിയാനയിൽ ജനിച്ച ആ പെൺകുട്ടിക്കല്ല ഇപ്പോൾ ഈ അയോധ്യ കമ്മിറ്റി കത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ്, ഗാന്ധി കുടുംബത്തിലെ പ്രധാന വ്യക്തി എന്ന ഒരു പരിഗണന കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിക്ക് വ്യക്തിപരമായിട്ടാണ് പോകുന്നത് എന്ന കോൺഗ്രസിൻ്റെ ന്യായീകരണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ വ്യക്തിപരമാണെന്ന് എത്രമാത്രം ഇനി കോൺഗ്രസ് തലയിൽ കൈവച്ച് വിളിച്ചാലും ജനങ്ങൾ അത് അംഗീകരിക്കില്ല. സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയാണ്, കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അയോധ്യ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിനെ അത്തരത്തിൽ നിസ്സാരമായി കണ്ടുകൊണ്ട് വ്യക്തിപരമായിട്ട് അവർ പോകുന്നതാണ്, ഞങ്ങളുടെ തീരുമാനമല്ല, AICCയുടെ തീരുമാനമല്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഖാർഗെയും ക്ഷണപത്രികയുണ്ട്. അങ്ങനെ ഖാർഗെ AICCയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ഖാർഗെയും അങ്ങനെ വ്യക്തിപരമായി പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടി പ്രതിനിധീകരിച്ച് പിന്നെ പോകുന്ന ആരാണ്? വേണുഗോപാൽ മാത്രമാണോ പാർട്ടി പ്രതിനിധീകരിച്ച് പോകുന്നത്? അപ്പോൾ ഖാർഗെയും നാളെ പോകാൻ തീരുമാനിച്ചാൽ, ഇനി ശശി തരൂർ നാളെ പോകാൻ തീരുമാനിച്ചാൽ, ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, കോൺഗ്രസിൻ്റെ ദേശീയ മുഖമാണ്. അങ്ങനെയുള്ള ശശി തരൂരും ഒരുപക്ഷെ പോയിക്കൂടാകയില്ല. കാരണം സോണിയാഗാന്ധി ഇപ്പോൾ പോകാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ശശി തരൂരും ഈ അയോധ്യ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖാർഗെയ്ക്കും, വ്യക്തിപരമായി ക്ഷണിച്ച ഖാർഗെയ്ക്കും പോകാൻ പറ്റാതെ അവസ്ഥ വരും. ഖാർഗെയും പോകും. അപ്പോൾ പിന്നെ കോൺഗ്രസ് പങ്കെടുത്തു എന്ന് തന്നെയാണ് അതിൽ നിന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. അവിടെ ഒന്നും വ്യക്തിപരമായി പങ്കെടുത്തതാണെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ BJPയെ പറയുന്നത്. BJP ഒരുക്കിയിരിക്കുന്ന ഒരു കെണിയാണിതെന്നും രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രതിഷ്ഠ ഇത്തരത്തിലാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയല്ല ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് പോലും കോൺഗ്രസിനകത്ത് നിന്ന് അഭിപ്രായം വന്നിരിക്കുന്നു. അപ്പോൾ ക്ഷേത്രം വേണം, ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കണം, പക്ഷേ പ്രധാനമന്ത്രി വരരുത് എന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിന്നുള്ള അഭിപ്രായം വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോഴാണ് ഈ കോൺഗ്രസ് വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ, ഒരു വ്യക്തമായ തീരുമാനം എടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു പ്രധാന വിഷയത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുക്കാൻ കഴിയാതെ വല്ലാത്ത പ്രതിസന്ധിയിലാകുന്ന ഒരു പാർട്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി തന്നെയാണ്. സോണിയാഗാന്ധി പങ്കെടുക്കും എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തായിരിക്കും അതിൻ്റെ പ്രതികരണം, അതുകൊണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഗുണം എന്നത് നമുക്ക് നോക്കിക്കാണാം.